ഇന്ന് നമ്മുടെ മുന്നിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വരാൻ പോകുന്ന ആർട്ടിസ്റ്റാണ് അനിൽ ചെങ്കൽ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇന്ന് എന്ത് സ്പെഷ്യൽ പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്? ഇവിടെ കുറച്ച് മലയാള സിനിമാ നടന്മാരുടെ ശബ്ദം അനുകരിക്കാൻ പോവുകയാണ്. ശബ്ദം അനുകരിക്കാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ, ശബ്ദാനുകരണം പ്ലീസ്. ആദ്യമായി ശ്രീ MS തൃപ്പൂണിത്തുറ. MS തൃപ്പൂണിത്തുറ. ഓക്കെ. എടോ ബാലരാമ, താനവിടെ നിൽക്ക. ശംഭോ മഹാദേവ, പറഞ്ഞിട്ടേ ഒരു കാര്യവുമില്ല. രാവിലെ കോളേജിലേക്കെന്ന് പറഞ്ഞു പോയ കുട്ടിയാ, ഒഴിയാബാധയുമായിട്ടാ തിരിച്ചു വന്നത്. പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് അയ്യോ അയ്യോ. MS തൃപ്പൂണിത്തുറ, വെരി ഗുഡ്. അടുത്തതായി മലയാള സിനിമയുടെ പഴയകാല നടൻ ശ്രീ സത്യൻ മാഷ്. ഓക്കെ. ശാരദേ, ഇങ്ങ അടുത്ത് വരൂ, ഇങ്ങ അടുത്ത് വരൂ. ഓ, എന്താ ഒരു നാണം. നാണം സ്ത്രീകൾക്കൊരാഭരണമാണ്. അമ്മേ, ഞാൻ നാളെ എറണാകുളത്തിന് പോവുകയാണ് മേശരിപ്പണി ചെയ്യാൻ, കൊത്തൻ്റെ കയ്യാളായിട്ട്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെ സരോയത്തിനൊരു പയ്യനെ കൂടെ കൊണ്ടുവരാം, ഒരു നല്ല മേശരി പയ്യൻ. വരട്ടെ? അടുത്തതായി മലയാള സിനിമയുടെ കാരണവർ എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ ശങ്കരാടി. പൊട്ട നിൽക്ക്, പൊട്ട നിൽക്കാൻ. ഒരിച്ചിരി തേങ്ങാപ്പിണ്ണാക്ക്, ഒരിച്ചിരി കടലപ്പിണ്ണാക്ക്, രണ്ടും കൂടിയിട്ടൊരു കലക്കം കൊടുക്കുക. പാല് ഹർഹറാന്ന് വരുവോളൂ. അത് മതിയടോ തനിക്ക് ജീവിക്കാൻ. അല്ല പിന്നെ കടകചോരന്മാരായ 16 പശുക്കൾ തൊഴുത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലസുന്നത് കാണുമ്പോൾ കുളിയിട്ട് പോരും. അപ്പം ഞാനങ്ങ്. അടുത്തതായി മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോ ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം പത്രം എന്ന സിനിമയുടെ ഒരു ഡയലോഗുമായാണ് എത്തുന്നത്. ഇതാ കണ്ടില്ലേ, മക്കളെ നെഞ്ചോടടക്കി പിടിച്ച് മന്ത്രി പുങ്കവന്മാരുടെ സഞ്ചാര പഥങ്ങളിലും ജില്ലാ കളക്രേമാനടക്കമുള്ള തുക്കിടി സായിപ്പന്മാരുടെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് കൊടിനീരിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പോലീസിൻ്റെ തെറിയും നെറുകേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. അല്ല, നീ ഇങ്ങ് വന്നേ, ഒറ്റ കീറി വെച്ച് തന്നാണ്ടല്ലോ. അല്ല പിന്നെ. അടിപൊളി. അപ്പോ ശബ്ദാനുകരണം അതെ, ഇത്രയും അവസാനിപ്പിച്ചു. ഇനി എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത്? സ്പെഷ്യലായിട്ട് ഞാൻ മലയാള സിനിമാ നടന്മാരുടെ രൂപഭാവങ്ങൾ ഫിഗർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അതാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ആരെയാണ്? ആദ്യം ശ്രീ സുകുമാരൻ സാറിനെയാണ്. ഓക്കെ, അപ്പൊ അനശ്വരനായ നടൻ സുകുമാരൻ, അദ്ദേഹത്തിന്റെ ഫിഗറുമായിട്ടാണ് താങ്കൾ ഇനി വരാൻ പോകുന്നത്. അതെ, അദ്ദേഹത്തിന്. ഓക്കെ. അസലായിരുന്നു, ഗംഭീരായിരുന്നല്ലേ ഫിഗർ, ഒരു രക്ഷയില്ലാത്ത. ഓ, ഡിറ്റോ. അടുത്തൊരു ഫിഗറുണ്ട്, ശങ്കറായിട്ടാണ് വരുന്നത്. ശങ്കർ. ഓക്കെ, ശങ്കറായിട്ട് പഴയകാല നടൻ ശങ്കർ. ഓക്കെ. നല്ല സുഖമുള്ളൊരു വേഷപ്പകർച്ചയായിരുന്നു അല്ലേ, അസലായിരുന്നു. താങ്ക് യു. അടുത്തതായി ത്യാഗരാജനെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. തമിഴ് ആക്ടർ. മലയാളത്തിലുണ്ട്, ന്യൂഡൽഹി, മനുവെങ്കിൽ, അങ്ങനെ ഒത്തിരി സിനിമകളിലുണ്ട്. ശരി, നമുക്ക് അദ്ദേഹത്തിന്റെ വേഷപ്പകർച്ച ഒന്ന് കാണാം. ஜி கிருஷ்ணமூர்த்தி, வணக்கம். ரொம்ப கேள்விப்பட்டிருக்கேன். विष्णु, नटराज विष्णु, मगर 1 लाख के लिए नहीं 5 लाख के लिए. प्रोसिक्यूशन को गलती हो गया. ത്യാഗരാജൻ, അടിപൊളി. അടുത്തതായി മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിൻ്റെ രോമാഞ്ചം ശ്രീ ജയൻ.
ഓക്കെ. അദ്ദേഹത്തിൻ്റെ അങ്ങാടി എന്ന ചിത്രത്തിലെ ഇംഗ്ലീഷ് പറയുന്ന ഒരു സീനുണ്ട്. സീക്വൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഞാനിവിടെ ചെയ്യാൻ ചെയ്യാൻ പോകുന്നത്. പോകും. What did he say? Buggers. Maybe we are poor, coolies, trolley pullers, but we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, or I will pull out your bloody tongue. അടിപൊളി. ഇങ്ങനെ ജയൻ. എന്റെ പൊന്നോ, ഇങ്ങനെ കോരിപ്പരുത്തന്റെ ശരീരം സത്യം അത്രയ്ക്ക്. അതെ, ഞാൻ നമ്മള് നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് പിന്നെയും കാണാൻ കൊതി. ഇന്ന് കണ്ടപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചതാണ് ജയനുണ്ടോ എന്ന് ചോദിച്ചത്. മാത്രമല്ല നമ്മൾ ഈ കോസ്റ്റ്യൂമിലല്ല യൂഷ്വലി കാണാറുള്ളത്. മറ്റേ ആ എന്താണ് ബെൽ ബോട്ടം പാന്റും അങ്ങനത്തെ ആ ഒരു ഇതിലാണ് നമ്മൾ ഫിഗർ ചെയ്ത് കാണുമ്പോൾ കൂടുതലും കാണാറുള്ളത്. ആ റെഡ് കളർ ഷർട്ടും. സ്റ്റേജിലൊക്കെ ഭയങ്കര ക്ലബാണ്. എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞോ അതോ ഇനി? ഓക്കെ, അപ്പൊ സ്റ്റോക്ക് ഉണ്ട് ഇനിയും. അത് ഇനി വിളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക. ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതില് ബാക്കി കാണാം. പക്ഷെ എന്തായാലും ഇന്നത്തെ പെർഫോമൻസ് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ആദ്യത്തെ സുകുമാരനെ കണ്ടപ്പോ തന്നെ ഞെട്ടി. ശരിക്കും അദ്ദേഹത്തിന് ഭയങ്കര അസലായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പെർഫോമൻസുകളായിരുന്നു. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനിയും കാണാം. തീർച്ചയായിട്ടും.